നമ്മൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണാൻ പോണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനൊരു പുതിയ ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ എനിക്ക് തോന്നി നിങ്ങൾ എൻ്റെ ബാൽക്കണി കാണിച്ചു തരണമെന്ന്. ഞാൻ വേറൊരു മോർണിംഗ് റൂട്ടീൻ എടുക്കാം കേട്ടോ. കുറച്ചുകൂടി നേരത്തെ എണീക്കുമ്പോൾ കുറച്ചുകൂടി മഞ്ഞുള്ളൊരു ബാൽക്കണി കാണാൻ പറ്റും. ഇത് ഇച്ചിരി നേരം വെളുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ പുതിയ ബാൽക്കണിയല്ല, എൻ്റെ ബാൽക്കണിയിലുള്ള ചെടികളെ പരിപാലിക്കാനായിട്ട് തുടങ്ങിയിട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ അതിങ്ങനെ പൂവിടാനും അതുപോലെ അതിങ്ങനെ ഉണർന്നിരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മെയിൻ ജോലി വന്ന് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. വെള്ളം ഒഴിക്കുക. അപ്പോൾ അതേ മണിക്കുട്ടിയായിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ കളിക്കും. മണിക്കുട്ടി ഇങ്ങനെ ചാടി നിൽക്കുമ്പോൾ അത് ഭയങ്കര അടിപൊളി ഫീലാണ് കേട്ടോ, രാവിലെ മണിയായിട്ട് കളിക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഇങ്ങനെ പോസിറ്റീവ് എനർജി ഇങ്ങനെ ചാടും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് നമ്മൾ ചിരിച്ചൊക്കെ ഉണരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ ഡേ ഇല്ലെങ്കിലും ഒരു കുറച്ച് നേരത്തെങ്കിലും കുറച്ച് നമുക്ക് നല്ല സന്തോഷം തോന്നും. പിന്നെന്താ, പിന്നെ എൻ്റെ നഖത്തിലൊക്കെ എന്തൊക്കെയോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫേസൊക്കെ വാഷ് ചെയ്ത് ബ്രഷ് ചെയ്യാണ്. ഇപ്പം ഞാൻ ബ്രഷ് ചെയ്യുമ്പോണ്ടല്ലോ പൽപ്പൊടിയാണ് യൂസ് ചെയ്യണേ. നമ്മുടെ മറ്റല്ലാത്ത ടൂത്ത് പേസ്റ്റൊക്കെ കുറച്ച് നാളത്തേക്ക് ഞാൻ നിർത്തി. എനിക്ക് ഭയങ്കര വ്യത്യാസം തോന്നിയിട്ടോ. നമ്മുടെ വായിലെ ഹൈജീൻ എന്താ വെച്ചാൽ സ്മെല്ല്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പല്ല് വേദനയുണ്ട്, ബ്ലീഡിങ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെയൊക്കെ കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പല പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമാണ് കേട്ടത്. പിന്നെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിച്ച് എൻ്റെ ഷൂട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാ എൻ്റെ സ്റ്റുഡിയോ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് സ്റ്റുഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. മുൻപ് കുറച്ച് ദൂരം പോകണമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പാടായി തുടങ്ങി യാത്ര. അവിടം വരെ പോകണം. പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ അവിടെ. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നെ എടുത്തപ്പോഴേക്കും എനിക്ക് ഭയങ്കര സൗകര്യമായി. ഞാൻ വീട്ടിലിട്ട ഡ്രസ്സിൽ അപ്പുറത്തോട്ട് കുറച്ച് ദൂരെയാണെങ്കിലും പോകുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാനും കൊണ്ടുവരാനും പിന്നെ എനിക്ക് എഡിറ്റിംഗ് ചെക്ക് ചെയ്യാനും ഒക്കത്തിനും സൗകര്യമായി. അപ്പോൾ ഞാൻ മോർണിംഗ് തന്നെ ഇന്ന് അപ്ലോഡ് ആവാനുള്ളൊരു വീഡിയോ എനിക്ക് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡബിൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനൊരു ചായ വച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണ സമയത്ത് ചായയോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് ബോറടിക്കും. എനിക്ക് എന്തെങ്കിലും വെള്ളം വേണം. കഴിക്കാനൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും കുടിക്കാനായിട്ട് വേണം. ഇനി അതിന് ശേഷം നമ്മൾ ഇന്ന് നമ്മുടെ ക്ലോത്തിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിന്ന് യൂട്യൂബിന് വേണ്ടിയിട്ടും ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടൊക്കെ വീഡിയോ എടുക്കണം. ഇതാണ് കേട്ടോ എൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ്. എൻ്റെ ഫുൾ മെസ്സാണ് കേട്ടോ. ഈ മെസ്സിൻ്റെ ഇടയിലിരുന്നാണ് ഗൈസ് ഞാൻ ഷൂട്ട് ചെയ്യണത്. ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ചെത്തായിട്ട് നിൽക്കണമെങ്കിലും ചുറ്റിനും നോക്കുമ്പോഴേക്കും കറവറയായിട്ടാണ് കിടക്കാറുള്ളത്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഞാൻ ചെയ്യാണ്. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് മുൻപായിട്ട് ഞാൻ ഒരു ടോണറും കൂടി ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ ഇന്ന് ഞാനൊരു പുതിയ ഫൗണ്ടേഷൻ ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് സ്റ്റേസ് ബ്രാൻഡിൻ്റെ 929 HD ഗ്ലോ പോർലെസ് പ്ലസ് മാറ്റ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇവരുടെ 5 ഷെയ്ഡാണ് എനിക്ക് കിട്ടിയുള്ളൂ. ബാക്കി 2 ഷെയ്ഡും കൂടി ഉണ്ട് എൻ്റെ ഒരു സ്കിൻ ടോൺ കാറ്റഗറിയിൽ കേട്ടോ. അതെനിക്ക് കിട്ടിയിരുന്നില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. അപ്പോൾ ഉള്ളതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ് കേട്ടോ വരണത്. നല്ല കൺവീനിയൻറ്റ് ആൻഡ് ട്രാവൽ ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള പാക്കേജിങ് ആണ്. കണ്ടോ, ഇങ്ങനെ ട്യൂബ് പോലെ ഇങ്ങനെയാണ് വരണേ. ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം ഒരു മീഡിയം ടു ബിൽഡബിൾ കവറേജ് ഉള്ളതാണ്. ഈ സ്വാച്ച് ചെയ്യണ ഷെയ്ഡ് 200W ബീജ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. പിന്നെ ഇത് സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഇതിലൊക്കെ മൈന്യൂട്ടായിട്ടുള്ള അണ്ടർ ടോൺ ഡിഫറൻസ് ആണ് കേട്ടുള്ളത്. ഇപ്പം ഞാൻ സ്വാച്ച് ചെയ്തത് കൂൾ ടോൺ. അപ്പോൾ അതെനിക്ക് അത്ര കണ്ട് മാച്ച് ആവണില്ലായിരുന്നു. എനിക്ക് മാച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ മേടിച്ചതിൽ ഈ കാണുന്ന ആൽമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ. ഇതിന് നല്ല ആ ഒരു വാം അണ്ടർ ടോൺ ഒക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് എൻ്റെ സ്കിന്നിൽ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇതെങ്ങനെയാണ് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ്. ഈ ഒരു ഷെയ്ഡാണ് എൻ്റെ സ്കിന്നിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ലൈറ്റായിട്ട് തോന്നും, ഒരു പൊടിക്ക് ലൈറ്റാണ്, പക്ഷേ എനിക്ക് എല്ലാം ഓക്സിഡൈസ് ആവും. പക്ഷെ എന്നാൽ പോലും ഈ ഒരു പെർട്ടിക്കുലർ ഫൗണ്ടേഷൻ ഓക്സിഡൈസേഷൻ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. ഞാൻ ഓക്സിഡൈസ് ആവുന്നുള്ള ധൈര്യത്തിലായിരുന്നു അപ്ലൈ ചെയ്തത്. നല്ലൊരു ഗ്ലോ നമുക്ക് ഇടുമ്പോൾ തന്നെ ആ ഒരു പോർസ് ഇങ്ങനെ ഫില്ലാവണത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം എനിക്ക് കളറ് ഞാൻ നോർമലി ഇടുന്ന ഫൗണ്ടേഷൻ പോലെ മാച്ച് ആവണത് പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പൊടിക്ക് ലൈറ്റ് ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പിഗ്മെൻറ്റേഷൻ ഉള്ള സ്ഥലമില്ലേ, ആ ഒരു ചുണ്ടിന് ചുറ്റും ഇതുണ്ടോ, ഇത് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പെട്ടെന്ന് മാഞ്ഞു കിട്ടും. എന്ന് വെച്ചാൽ
നല്ല അത്യാവശ്യം ഒരു മീഡിയം ടു ബിൽഡബിൾ കവറേജ്. അപ്പോൾ എനിക്ക് എക്സ്ട്രാ കൺസീലറൊന്നും ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലാതെ തന്നെ നല്ലോണം ഹൈഡായി. പിന്നെ ഈസി ആയിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി, ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ ഒട്ടും ഒരു ഹെവി ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ത്രൂ ഔട്ട് ദ ഡേ അതാ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട്. പിന്നെ അതിന് ശേഷം ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എൻ്റെ അണ്ടർ ഐസിൽ മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ആ കണ്ണിൻ്റെ അവിടെ ചെറിയൊരു ബാഗ്സ് പോലെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടിട്ട് കണ്ണിനടിയിൽ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ലിപ്പ് ലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ്പ് ലൈനർ ഒന്ന് ലിപ്സിന് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യണ പോലെ ലിപ്പ് ലൈനർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കൈകൊണ്ട് തന്നെ ഞാനൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ബ്ലഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിങ്ങനെ എൻ്റെ ഫേസ് ഇങ്ങനെ ലോങ് ആക്കണ രീതിയിലാണ് ഞാൻ ബ്ലഷിൻ്റെ പ്ലേസ്മെൻറ്റ് വെക്കണേ. അങ്ങനെ ഒന്ന് ബ്ലഷ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ആ ഒരു ഫൗണ്ടേഷൻ ഇട്ടില്ലേ, അതേ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ആ ഒരു ബ്ലഷിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ സ്കിന്നിനകത്തുനിന്നുള്ള ഒരു ബ്ലഷ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ള്. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ ഐലൈനർ ചെയ്യാണ്. ഞാൻ ഒരു വിങ് ലൈനാണ് കേട്ടോ ചെയ്യണേ. എന്താ വെച്ചാൽ ഞാൻ ചുരിദാർ ഇടുന്നതുകൊണ്ട് തന്നെ ആ ഒരു ട്രഡീഷണൽ വൈബ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിന് ശേഷം എല്ലാം കൂടിയിട്ട് ഞാനൊരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് എനിക്ക് ആവശ്യമായിട്ടുള്ള അത്ര സ്ഥലങ്ങൾ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി കഴിഞ്ഞ ദിവസം ഐബ്രോസ് ഞാൻ അങ്ങനെ ഷേവ് ചെയ്തിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങനെ ഫില്ല് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. പിന്നെ അറ്റ് ലാസ്റ്റ് ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് എൻഡ് ചെയ്യാണ്. ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒരു ലിപ് ടിൻ്റാണ്. ഞാൻ എന്നിട്ട് ചുണ്ടിലിട്ടിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ലിപ്പ് ലൈനർ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒന്നും ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ഫൈനലായിട്ട് ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ മേക്കപ്പ്. എങ്ങനെയുണ്ട്? എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഭയങ്കര സ്കിൻ ലൈക്ക് ആയിട്ട്, എന്നാൽ അത്യാവശ്യം എൻ്റെ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൺസീലർ ഇട്ടിട്ടില്ല കേട്ടോ, എന്നിട്ട് വരെ ഇത് ഫുള്ള് നല്ലോണം ഹൈഡ് ആയിട്ടുണ്ട്. ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ രണ്ട് സൈഡിൽ എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളത് കൊണ്ടുള്ള കളർ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതല്ലാതെ ഓവറോൾ ഈ ഫൗണ്ടേഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്ക്, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ഈ സൈറ്റിലുള്ള ഷോപ്പിംഗ് ടാഗിലും കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല. നല്ലൊരു എന്താ പറയുക, സ്കിൻ ലൈക്ക് നാച്ചുറൽ ഫിനിഷുള്ള പോലത്തെ ഒരു ഇച്ചിരി സെമി മാറ്റ് കൈൻഡ് ഓഫ് ഒരു ഫിനിഷാണ് കേട്ടോ, മീഡിയം ടു ബിൽഡബിൾ കവറേജ് വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറട്ടെ, നമുക്ക് എൻ്റെ ഡ്രസ്സിൻ്റെ ഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇന്ന് വീട്ടിൽ അമ്മയൊക്കെ ഒരു കാർ എടുക്കുന്നുണ്ട്, അപ്പോൾ അവിടെ എനിക്കൊന്ന് പോകണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഫുള്ള് ഷൂട്ട് ഡേ ആണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. ഈ ഡ്രസ്സാണ് കേട്ടോ ഞാനിന്ന് ഷൂട്ട് ചെയ്യാൻ പോണത്. ഇത് നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡ് എന്നുള്ളതാണ്. ഹക്കോബ മെറ്റീരിയലിൽ വരുന്ന ഒരു ഫ്ലോറൽ വർക്കൊക്കെ വരുന്ന ഭയങ്കര മിനിമൽ വർക്ക് വരുന്ന ഒരു എലഗൻ്റ് ആയിട്ടുള്ള സൽവാർ സൂട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോണേ. ഞാൻ അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തു കേട്ടോ. ഞാൻ വൈറ്റ് എന്നുള്ളത് ബ്ലാക്ക് ആക്കി. ഇത് നമ്മുടെ ഓൺ സ്റ്റോർ എന്നുള്ളതാണ്. ഇങ്ങനെ ഫുൾ ഇവിടെ ഒരു ഗ്രാൻഡ് ഒരു പ്രീമിയം ലുക്ക് വരുന്ന രീതിയിലുള്ള ഡ്രസ്സാട്ടോ. ഇതിൻ്റെ ദുപ്പട്ട തന്നെ നല്ല ഹെവി വർക്കായിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ യോക്ക് പോർഷനിലും വർക്കുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ടുന്നത് മേക്കപ്പ് വന്നിട്ടുള്ള രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹെയർ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ വിട്ടിരിക്കുക, പക്ഷെ നല്ല ഹെയർ ഒതുങ്ങിയില്ലേ. എൻ്റെ നാച്ചുറൽ മുടിയിലോട്ട് വന്നെന്ന് തോന്നി ഞാൻ കുറേ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേഗം പോവാം. അവിടെ 12 മണിയാകുമ്പോൾ എത്തണം എന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നിട്ട് കാണാം. അമ്മൂസിന് വേണ്ടിയിട്ട് ഇതേ ജ്വല്ലറി ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ട്. അവൾ നമ്മുടെ സ്റ്റോറിൽ നിന്നുള്ളൊരു വെള്ള കളറുള്ള ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇടാനായിട്ട് ഈ ഒരു ഇങ്ങനത്തെ ജ്വല്ലറി, പിന്നെ ഇതെൻ്റെ ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷൻ കോമ്പാക്റ്റ്. ഈ ഡ്രസ്സാട്ടോ വൈറ്റ് കളറിലെ ഡ്രസ്സ്. എല്ലാവരും വൈറ്റ്, ഞാൻ മാത്രം ബ്ലാക്ക്. വൈറ്റ് വേറൊരു വൈറ്റ്. മണിക്കുട്ടി വരുന്നോ? നമ്മൾ വരുമ്പോ ലേറ്റ് ആവോ? അവളെ എടുത്തോ. മണിക്കുട്ടി ഇല്ലാണ്ട് എന്താ ആഘോഷം? മണിക്കുട്ടീനെ വേണം ആദ്യം കാറി കയറ്റാനെന്നാ പറഞ്ഞേക്കണേ.
അപ്പോൾ ഞങ്ങളിത് നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് നമുക്ക് ഊബർ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചേ, അതാകുമ്പോൾ പുതിയ വണ്ടിയായിട്ട് തിരിച്ചു വരാമല്ലോ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് ഞങ്ങളൊരു ഊബറിനാണ് പോയിട്ടുണ്ടായിരുന്നത്. എക്സൽ ഊബർ ബുക്ക് ചെയ്ത്. അച്ഛനും അമ്മൂസും ഉണ്ണിക്കുട്ടനും വീട്ടിലുണ്ടായിരുന്നു, അമ്മ ഷോപ്പിലായിരുന്നു കേട്ടോ. ഇതെൻ്റെ കുറച്ച് ഷർട്ടുകൾ എടുത്താണ്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ചധികം ഒബ്സസ്ഡ് ആയിട്ട് ഈ ഫൗണ്ടേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് അത്രയും പറഞ്ഞു പോയത്. അപ്പോൾ അപ്പോൾ നമ്മളിതേ കിയയുടെ ഓഫീസിലാണ്, കിയയുടെ ഷോറൂമിലെത്തി. മണിക്കുട്ടിയായിട്ടാണ് കേട്ടോ വന്നത്. മണീനെ വേറെ എവിടെയും നിർത്താൻ പറ്റില്ല, നമ്മൾ ചെല്ലുമ്പോൾ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് മണീനെ കൂട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. മണി പിന്നെ നല്ല ബിഹേവ് ചെയ്യുന്ന ഡോഗാണ് കേട്ടോ. അങ്ങനെ കുറയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഡയപ്പറൊക്കെ കിട്ടിയാൽ സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അമ്മൂസൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അമ്മയും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു കാർ എടുക്കാൻ വേണ്ടിയിട്ട്. ഫൗണ്ടേഷൻ ഒക്കെ ഇങ്ങനെ ഗ്ലോയിങ് ഫൗണ്ടേഷൻ. ഞാൻ ഹൈലൈറ്റർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, പക്ഷെ ഭയങ്കര ഗ്ലോ എന്നോട്ട് സ്റ്റിക്ക് ചെയ്യല്ല. പിന്നെ എന്തൊക്കെയോ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അവിടെ ഇരിക്കുകയാണ്. ഇരുന്ന് എനിക്ക് തോന്നുന്നു ചായയോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തൊക്കെയോ അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടല്ലേ റൗണ്ട് ടേബിൾ കാണാൻ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കാറ്. നല്ല രസമുണ്ടല്ലേ. ഉണ്ണിക്കുട്ടൻ എന്തൊക്കെയോ എന്തൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എന്തൊക്കെയോ കറുത്ത് കളറൊക്കെ ആക്കി അങ്ങനെ എന്തെന്തൊക്കെ ചെയ്തു. പിന്നെ അലോവി അതൊക്കെ മാറ്റണം എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണ് ആദ്യമേ തന്നെ കയറിയത്. അമ്മ കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊരു സന്തോഷമായിട്ടിരിക്കണം നോക്ക്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നാരങ്ങയുടെ മേലക്കൂടെ വണ്ടി ഇങ്ങനെ കയറ്റി. അതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടുത്തെ സർവീസ് നല്ലതായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ വണ്ടി. ഇനി നമ്മൾ ട്രിപ്പ് പോകുമ്പോഴേക്കും എല്ലാവരും ഉണ്ടെങ്കിൽ ഈ വണ്ടിയിലാണ് പോണേ. അമ്മൂസിന്റെ സീറ്റ് പിറകി കയറിയിരിക്കും. ഏറ്റവും ബാക്കില് നമ്മുടെ എന്താണ് ഞാൻ ഈ സാധനം എവിടെ ഉള്ളോ അതിന്റെ അവിടെ ഞാൻ. ഓ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ വയ്ക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലേ, വെള്ളമൊക്കെ വയ്ക്കാൻ. അത് കൊള്ളാം. ഇതിലില്ലേ അപ്പൊ എവിടെ? ഇവിടെ വെള്ളം വെക്കാനുള്ള സ്ഥലം അതല്ലേ ഇവിടെ. ഓ അതിവിടെ വെള്ളം അല്ലേ നമ്മുടെ കേക്ക്. ഓ പക്ഷേ മണം ഇതിപ്പോഴാണ് അതല്ലേ പറഞ്ഞ അതിന്റെ താഴെ ഞാൻ ഇരിക്കുള്ളൂ. അവിടെ ഞാനിരിക്കണേ. ഇവിടെ ഞാൻ അമ്മൂസ് പറയില്ല. ശരി എനിക്ക് പറ്റിയ സ്ഥലം. എടുത്തോട്ടെ അവിടെ ഇരുന്നോ. അതിൽ കൂടെ കേറിയാലോ? അങ്ങനില്ലേ? ബാക്കിലോട്ട് വലിച്ചാൽ മതി. ബാക്കിലോട്ട് വലിച്ചാൽ മഴ പെയ്താൽ നേരെ അതിനെക്കൂട്ടെ അതിന് മേളിൽ കയറട്ടെ. അതിന് മേളിൽ കയറട്ടെ. ആ പിന്നെ ഇതിടെ കുടുങ്ങി പോവോ? ഓടെ. അങ്ങനെ വണ്ടി എടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി ഇതിൻ്റെ എന്തൊക്കെയോ കുറച്ചും കൂടി പണികളുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവും. ഇത് നമ്മുടെ ഓൺ സ്റ്റോർ എന്നുള്ള ഡ്രസ്സാണ് ഗൈസ്. നല്ല ഡ്രസ്സല്ലേ, അമ്മയ്ക്ക് ചേരുന്നുണ്ടല്ലേ അത്. ഇതും അതെ, ഫുൾ നമ്മളുടെ സ്റ്റോറിൻ്റെ ഒരു മയമാണ്. ഹലോ ഗൈസ്, പുതിയ വണ്ടി വാങ്ങിച്ചു ഗൈസ്. ഹാപ്പി എന്നാ ലിപ്സ്റ്റിക് ഇടാത്തേ? പിന്നെ വണ്ടിക്ക് എന്തോ കിട്ടാൻ ചെറിയ താമസം ഉണ്ടായിരുന്നു. വേറെ എന്തൊക്കെയോ ചെറിയ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫ്രഷ് ട്രീസിൽ ഇവിടെയാണ് മണിക്കുട്ടീനെ കയറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇങ്ങനെ ഡോഗ്സ് അലൗഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്, നല്ല റെസ്റ്റോറൻറ്റ്സ് അറിയാമെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങളെന്താ അവിടെ വന്നിരുന്ന്
ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ഫസ്റ്റ് ഞങ്ങൾ ഈ ഒരു ക്രീമി ചിക്കൻ സൂപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ചെറിയ കുറുക്കോല് തോന്നിയായിരുന്നു കേട്ടോ. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവുമെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടി കിട്ടാനായിട്ട് കുറച്ചും കൂടി സമയം എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫൗണ്ടേഷൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് ഫൗണ്ടേഷൻ നല്ലോണം കവറായി അല്ലേ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കവറായി. ഒന്നും എക്സ്ട്രാ ഞാൻ കൺസീലർ ഒന്നും ഇടാണ്ട് കവറായി. ഐ എം ഇംപ്രസ്ഡ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എടുത്തു പറയേണ്ടത് അങ്ങനെ ഒത്തിരി ഓയിലി ആക്കുന്നില്ല എന്നുള്ളതാണ്. ഓയിൽ നമുക്ക് തൊടുമ്പോൾ ആ ഒരു ഒന്നും ഇട്ടിട്ടുണ്ടെന്നുള്ള ഫീലില്ല. അടിപൊളിയിട്ടുണ്ട്. ഹൈലി റെക്കമെൻഡ്. പിമ്പിൾസ് വന്നോ? ഇവിടെ രണ്ടിടത്തും ഗ്രേ കളറായി. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് പോയി നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ. പിന്നെ ഇവിടെ എനിക്ക് ഹെയർ ഗ്രോത്ത് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഓക്സിഡൈസ് ആവുന്നുണ്ട്. അതാണ് അപ്ഡേറ്റ്സ്. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 ഓർഡർ ചെയ്തു. നമ്മളിങ്ങനെ കുറച്ചായിട്ട് അങ്ങനെ ഓർഡർ ചെയ്യാം. പക്ഷെ നല്ലോണം ബില്ലായിട്ടോ. ഇത്രയും സമയം അവിടെ ഇരുന്നുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഓർക്കായിരുന്നു ഇനി നമുക്ക് ഇതേപോലത്തെ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഫൗണ്ടേഷനൊക്കെ ഇങ്ങനെ ഒരു വ്ളോഗ് പോലെ ഇടായിരുന്നു. അതാകുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് അറിയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ അപ്ഡേറ്റ് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വെയർ ടെസ്റ്റ് പോലെ ചെയ്തിട്ടില്ല. ഇത് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയ വ്ളോഗല്ല, പക്ഷേ അത് ചെയ്തു പോയതാണ്. ഈ ചെരുപ്പ് എങ്ങനെയുണ്ട്? ഇത് ഞാൻ അന്ന് മിന്ത്രയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ റിട്ടേൺ അയച്ചില്ല. നമ്മൾ ഇറങ്ങി കഴിച്ച് ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ച് ഈ ആ വണ്ടി തന്നെയാണ് നമ്മൾ തിരിച്ചു പോണേ. ഞാൻ കയറിയിട്ടില്ല. ഓക്കേ. ക്ഷീണിച്ച് ഫുഡ് കഴിച്ച് ക്ഷീണിച്ച് ഞങ്ങൾ കഴിച്ച് ക്ഷീണിച്ചു. നമ്മുടെ 2 മണിക്കൂർ തയ്ക്കാൻ പറ്റില്ല. 2 അല്ല 3 മണിക്കൂറാണ്. ടയേർഡായി. വീണ്ടും വെയിറ്റിംഗ് ആണ് കഴിച്ചോടാ. വെയിറ്റ് ചെയ്ത് ഉപ്പാടളക്കി. വണ്ടിക്ക് കുറച്ച് അഡീഷണൽ ഫിറ്റിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു താമസമുണ്ട്. വണ്ടി വരുന്നതുകൊണ്ട് ഞങ്ങൾ ഇറക്കിയിട്ട് അഡീഷണൽ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാനുണ്ട്. എനിക്ക് എന്തോ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിരുന്നു ഞാൻ. പക്ഷേ ഇത് വേറൊരു വ്ളോഗായി മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ കാണിക്കണ വീഡിയോ ആയിരുന്നു ഉദ്ദേശിച്ചത്. ചെയ്തു വന്നപ്പോഴേക്കും ഇപ്പോൾ വ്ളോഗായി പോയി. എന്ത് ഷൂട്ട് ചെയ്യുന്നത്? ഞാൻ ഷൂട്ട് ചെയ്യണത് എങ്ങനെയാണ്, ക്യാമറ വെക്കണത്, ക്യാമറ ഏതാ, അങ്ങനെയൊക്കെ കാണിക്കണമെന്നാണ് വിചാരിച്ചത്. ഞാൻ വിചാരിച്ചു ഇവിടെ വരുന്നു, കാർ എടുക്കുന്നു, പോകുന്നു. ഇത്രയും നേരം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അൺഎക്സ്പെക്റ്റഡ്. ഇതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ജീവിതം എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കില്ല. സംടൈംസ് ഇറ്റ്സ് ചേഞ്ചസ്. ഫൗണ്ടേഷൻ അപ്ഡേറ്റ്. എനിക്ക് ഈ ഫൗണ്ടേഷൻ ഭയങ്കര ഇഷ്ടമായി. നമുക്ക് സ്കിന്ന് എന്തൊരു ഫ്രഷ് ആയിട്ടിരിക്കണ, ഭയങ്കര ഫ്രഷ്നെസ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ഇതൊന്ന് സെറ്റായി. എന്നുവെച്ചാൽ ഇട്ട ഉടനെ തന്നെ ഒരു ഇച്ചിരി അണ്ടർടോൺ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ലൈറ്റർ, ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിരുന്നു. പക്ഷെ ഇപ്പം അത് ഭയങ്കര സെറ്റായി. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. അത് നല്ല ഷെയ്ഡല്ലേ. ഇവിടെ നിറച്ചും ആൾക്കാരും കടകളെ കൂടിയാണ്. അങ്ങനെ നമ്മുടെ കാർ കിട്ടി. ഞാൻ ഇട്ടത് റെക്കോർഡിംഗ് ആണ്. അതൊന്ന് കാണിച്ച് കിയാന്ന് കാണിച്ച് അച്ഛന്റെ സീറ്റ്. സ്ക്രീനൊക്കെ എങ്ങനെ ആവണോ? ഞാൻ എപ്പോഴും വീഡിയോസ് വരുമ്പോ ചോദിക്കാം അച്ഛനെ എന്തിനാ എല്ലാരും പിറകിലിരുത്തണേ. അച്ഛന് ബാക്കിലിരിക്കണാണ് ബാക്കിലിരിക്കുന്നതാണ് ഇഷ്ടം. കാണാൻ പറ്റില്ല. അച്ഛൻ ബാക്ക് ബെഞ്ചറാണ് ഗൈസ്. അവിടെ എല്ലാം ഉടായ്പ നടക്കും ഗൈസ്. ഓ, അതുകൊണ്ടാണ് അച്ഛൻ ബാക്കിൽ കറക്റ്റ് ആയിട്ട് വന്നിരിക്കണേന്ന്. അച്ഛനാണെങ്കിൽ അവിടെ ഇരിക്കാനുള്ള സൈസാണ് ഇങ്ങനെ ഇരിക്കാൻ. അമ്മ ഇരുന്നിട്ട് ഇറങ്ങാൻ പറ്റുള്ളായിരുന്നു അതിനകത്തുനിന്ന്. കുറച്ചോട്ട് സീറ്റ് ഫ്രണ്ടിലേക്ക് കയറ്റിയിരുന്നു. തള്ളിയിരുന്നു. മണിക്കുട്ടി ഇതേ, മണിക്കുട്ടി ഇവിടെ. ഇനി നമ്മളൊരു റൈഡ് പോവാണ് ഗൈസ്. കേക്ക് നമ്മുടെ കേക്ക് എണ്ണ അടിക്കണം. നേരെ കൊമ്പിക്കുന്നു. ദൈവത്തിനെയൊക്കെ വിചാരിച്ചിട്ട്
പിന്നെ നമ്മൾ കുറച്ചൊന്ന് കറങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ദൂരം വണ്ടി ഓടിച്ചിട്ട് തിരിച്ചു വരികയാണ് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ നല്ല രസമില്ലേ വണ്ടി കാണാനായിട്ട്, ഇങ്ങനെ അകത്തൊക്കെ നല്ല ഒരു വ്യത്യാസമുള്ള പോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും കേട്ട് ട്രിപ്പ് പോകാൻ വേണ്ടിയല്ലോ, അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്കിനി ഇച്ചിരി ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, നമുക്ക് ട്രിപ്പൊക്കെ പോവാം, ഇനിയിപ്പോൾ എന്താ എല്ലാവർക്കും കൂടി പോവാമല്ലോ. നമ്മൾ പോകുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ പട്ടുകുട്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യാം. നീ നേരമൊക്കെ പിടിക്കുക, നീ ഇതിനകത്ത് നോക്കണ്ട. ഹലോ, രാത്രിയായി ഗൈസ്, ടയേർഡായി ഞാൻ ഭയങ്കരമായിട്ട്. അമ്മൂസിൻ്റെ മുഖമൊക്കെ ഇരിക്കണമൊക്കെ. അമ്മൂസ് സോ ടയേർഡ്. ഞാനും ഭയങ്കര ടയേർഡായി. ഞാൻ വെച്ചു നമുക്കൊരു ഫൗണ്ടേഷൻ അപ്ഡേറ്റ്. എനിക്കിഷ്ടപ്പെട്ട ഫൗണ്ടേഷൻ ഇത്തിരി ഓയിലായി തുടങ്ങി അല്ലേ ഇപ്പോൾ? അതായത് ഇവിടേക്ക് ഇത്തിരി ഓയിലായി തുടങ്ങി. അല്ലാതെ ഓക്കെയാണ്. എൻ്റെ ഫോണാണെങ്കിൽ ചാർജ് ഓഫായി പോയി. അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് ചാർജ് കുത്തിയിടണം. പിന്നെ ഞാൻ എൻ്റെ കുട്ടിയുടെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ അതാണ് അപ്ഡേറ്റ്. ടയേർഡ്. അയ്യോ, നമ്മൾ വീട്ടിലെത്തി. ഞാൻ മുടിയൊക്കെ നോക്കി കെട്ടി. ടയേർഡ്. ഇവർ കറങ്ങാൻ പോകണമെന്ന് പറയുന്നുണ്ട്. ആ വണ്ടി കൊണ്ടിട്ട് റേസ് ചെയ്യിക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. തിരിച്ചെത്തി. മണി എന്താ നോക്കിക്കണോക്കെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ എൻ്റെ ഫുഡ് കഴിക്കട്ടെ, ചോറ് കഴിക്കട്ടെ. ഉച്ചയ്ക്ക് നമ്മൾ അലവില്ല സാധനങ്ങൾ കഴിച്ചുകൊണ്ട് എനിക്കങ്ങനെ ചോറ് കഴിച്ചാലൊരു സംതൃപ്തിയുള്ളൂ. വിശക്കുന്നില്ല, പക്ഷെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതേ നമ്മുടെ ഫൗണ്ടേഷൻ അപ്ഡേറ്റ്സ്. ഫൗണ്ടേഷൻ ഇത്രയും നേരമായിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് അവിടെ നിന്നൊക്കെ പോയി തുടങ്ങിയെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും ഇത്രയും നേരം നിന്നു കേട്ടോ. അത് അടിപൊളിയായിട്ട്. സോ നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ, സീ യു.